ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഡയാന്തസ് പ്ലാന്റിനെ പറ്റിയാണ്. ഡയാന്തസ് പ്ലാന്റ് ഒരു സീസണൽ പ്ലാന്റ് ആണ്. എന്നിരുന്നാൽ പോലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ ഗാർഡനിൽ ഒരു 365 ഡേയ്സും എനിക്ക് പൂക്കൾ തരുന്ന നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റും കൂടിയാണ്. കാരണം 2-3 കൊല്ലമായിട്ട് എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു പ്ലാന്റാണ്. വളരെ നന്നായിട്ട് കെയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ഒറ്റ ഒരു ചെടിയിൽ നിന്ന് തന്നെ ഒരുപാട് തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഡയാന്തസ് പ്ലാന്റിൻ്റെ കെയറിനെ കുറിച്ചും പ്രൊപ്പഗേഷൻ രീതി, സോയിലിനെ പറ്റിയൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഹായ്, ഞാൻ സലു. ഗാർഡനിങ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം കാണുന്ന ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷൻസും ഞാനിടുന്ന വീഡിയോസിൻ്റെ കിട്ടുകയുള്ളൂ. ഡയാന്തസ് പ്ലാന്റ് നിങ്ങൾ ഗാർഡനിൽ ഇപ്പോൾ വളർത്തുന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ പ്ലാന്റ് വാങ്ങിച്ച് നിങ്ങൾ പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ പ്ലാന്റ് ചീത്തയായി പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പലരുടെയും ഒരു പരാതിയാണ് ഡയാന്തസ് പ്ലാന്റ് വാങ്ങിച്ച് നേഴ്സറിയിൽ നിന്നും വീട്ടിലേക്ക് കൊണ്ടുവന്ന് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഇത് ചീത്തയായി പോകുന്നതായിട്ട് കാണുന്നുണ്ടെന്ന്. ഞാൻ അതിന് കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. ഈ ഒരു രീതിയിൽ നിങ്ങൾ പ്ലാന്റ് കെയർ ചെയ്യുവാണെങ്കിൽ വർഷങ്ങളോളം നിങ്ങളുടെ ഗാർഡനിൽ നിറയെ പൂക്കൾ തരുന്ന ഒരു ചെടിയും കൂടിയാണ്. ഡയാന്തസ് പ്ലാന്റ് 300 സ്പീഷീസിലാണ് ഉള്ളത്. അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റ് ഡബിൾ പെറ്റൽസോട് കൂടിയുള്ളതുണ്ട്. അത് കുറച്ചും കൂടെ നല്ല ഹൈറ്റ് വെക്കുന്നതാണ്. ഇത് ഏകദേശം കുറച്ചും കൂടെ ഒരു പൊക്കം വെക്കും എന്നല്ലാതെ ഒരുപാടങ്ങ് വെക്കുന്ന ഒരു പ്ലാന്റ് അല്ല. അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റിൽ വളരെ കെയർ ചെയ്യേണ്ട ഒരു കാര്യം, ഡയാന്തസ് പ്ലാന്റിൻ്റെ അകത്ത് പൂക്കൾ വന്നു കഴിഞ്ഞാൽ അത് ഉണങ്ങിപ്പോയി കഴിഞ്ഞാൽ അത് വിത്തായിട്ടാണ് വരുന്നത്, സീഡ്സ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ആ സീഡ്സിനെ അവിടെ നിർത്താൻ അനുവദിക്കരുത്. അത് പിഞ്ച് ചെയ്ത് കളയുക. അതിന് ഡെഡ്ഹെഡിങ് എന്നാണ് പറയുന്നത്. കാരണം അതവിടെ ആ പൂക്കൾ വന്നു കഴിഞ്ഞാൽ പിന്നെ പുതിയ ബ്രാഞ്ചസ് ഒന്നും ഉണ്ടാവാതെ ആ ഒരു ചെടി നശിച്ചു പോകുന്നത് കാണാം. അതുകൊണ്ട് നമ്മൾ ഒന്നേ കൈകൊണ്ട് തന്നെ നമുക്കത് പിഞ്ച് ചെയ്ത് മാറ്റാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സിസേഴ്സ് വെച്ചിട്ട് അതിൻ്റെ സ്റ്റെമ്മിൻ്റെ കുറച്ച് താഴ്ഭാഗത്ത് വെച്ച് കട്ട് ചെയ്യാം. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഇതിൽ ഒരുപാട് നാമ്പുകൾ, പുതിയ നാമ്പുകൾ വരുന്നത് കാണാൻ സാധിക്കും. നല്ല ബ്രൈറ്റ് ഡയറക്റ്റ് സൺലൈറ്റ് ഉണ്ടെങ്കിൽ പോലും ഈ ഒരു പ്ലാന്റ് നന്നായിട്ട് സർവൈവ് ചെയ്യുന്ന കാണാൻ പറ്റും. എന്നിരുന്നാലും ഒരു 12 o'clock വരെയുള്ള ഒരു സൺലൈറ്റ് കിട്ടുവാണെങ്കിൽ ഇതിൽ നിറയെ പൂക്കൾ ഉണ്ടാവുന്ന കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പ്ലാന്റിൽ ഈ ഫ്ലവേഴ്സ് വന്ന് കരിഞ്ഞ് അല്ലെങ്കിൽ ഉണങ്ങിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് മൊട്ടുകൾ കണ്ടാലും അല്ലെങ്കിൽ ഇത് വാടി നിൽക്കുന്ന പൂക്കൾ കണ്ടാലും ഏകദേശം ഒരുപോലെ ഇരിക്കുക. അതുകൊണ്ട് കട്ട് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് കട്ട് ചെയ്യുക. കാരണം പുതിയ മൊട്ടുകളും കൂടെ കട്ട് ചെയ്യാതെ നോക്കുക. നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുന്ന സീഡ്സ് വെച്ചിട്ട് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ ഒരുപാട് സമയം എടുക്കുകയും അതുമാത്രമല്ല അതിൽ 100% സക്സസ് ആവുകയും ഇല്ല. അതിലും നല്ലത് ചെറിയ തണ്ടുകൾ നമ്മൾ സ്റ്റെം പ്രൊപ്പഗേഷൻ വഴി ചെയ്യുവാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ വാട്ടറിങ് ആണ്. നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഡ്രെയിനേജ് ഹോൾസ് എല്ലാം പ്രോപ്പറാണോ എന്ന് നോക്കുക. വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ റൂട്ടെല്ലാം ഡാമേജായി പെട്ടെന്ന് ചീത്തയായി പോകുന്നത് കാണാൻ സാധിക്കും. അപ്പം നമ്മൾ നീർവാഴ്ചയുള്ള ഒരു പോട്ടിംഗ് മിക്സ് ആയിരിക്കണം നമ്മൾ തയ്യാറാക്കുമ്പം. അതിൽ നമ്മുടെ മണ്ണ്, മണൽ, വെർമി കമ്പോസ്റ്റോ അല്ലെങ്കിൽ നമ്മുടെ ചാണകപ്പൊടി നന്നായി പൊടിച്ചെടുത്തത് ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് പോട്ടിംഗ് മിക്സ് തയ്യാറാക്കാം. അതിൽ നമുക്ക് വേണമെങ്കിൽ ഫംഗിസൈഡ്സ് ഒന്നി നമുക്ക് വേപ്പിൻ പിണ്ണാക്കോ അല്ലെങ്കിൽ സാഫ് പോലുള്ള ഫംഗിസൈഡ്സ് നമുക്ക് യൂസ് ചെയ്യാം.
വെള്ളം ഒഴിക്കുമ്പോൾ ഒരു കാരണവശാലും പൂക്കളുടെ മുകളിലൂടെ വെള്ളം ഒഴിക്കരുത്. കാരണം പൂക്കൾ പെട്ടെന്ന് തന്നെ വാടിപ്പോകുന്ന കാണാം. അതുപോലെ തന്നെ ഇതിൻ്റെ ചുവട്ടിൽ വേണം, ഈ ഒരു നട്ടിരിക്കുന്ന ഒരു പ്ലാന്റിൻ്റെ ചുവട്ടിൽ വേണം നമ്മൾ വെള്ളം ഒഴിക്കാൻ. അതുപോലെ തന്നെ നഴ്സറിയിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വരുന്ന ഇപ്പം നമുക്ക് 10 രൂപയ്ക്കോ അല്ലെങ്കിൽ 20 രൂപയ്ക്കോ നമ്മൾ വാങ്ങിക്കുന്ന ആ ഒരു പ്ലാന്റ് വീട്ടിൽ കൊണ്ടുവന്ന് അതിൻ്റെ കവറെല്ലാം മാറ്റിയതിന് ശേഷം അടിയിലത്തെ അതിൻ്റെ താഴ്ഭാഗത്തുള്ള മണ്ണ് കുറച്ച് കളഞ്ഞതിന് ശേഷം വേണം നടാനായിട്ട്. കാരണം അവിടുത്തെ കൊണ്ടുവരുന്ന സമയത്ത് ആ മണ്ണിന് കുറച്ച് കട്ടിയായിരിക്കും. അതുപോലെ നമ്മൾ ആദ്യം താഴത്തെ ഭാഗത്ത് നമ്മൾ ആ മണ്ണ് മാറ്റുന്ന സമയത്ത് ഒരു കാരണവശാലും അതിൻ്റെ റൂട്ട്സ് ഒന്നും പൊട്ടിപ്പോവാതെ നോക്കണം. റൂട്ട്സൊക്കെ ചീത്തയായിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ വേരുകൾ ചീത്തയായിട്ടുണ്ടെങ്കിൽ, നമ്മൾ വലിച്ചെടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോവുകയോ അങ്ങനെ ചീത്തയായിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്ലാന്റ് അധികം കാലം നിൽക്കത്തില്ല. അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഡയാന്തസ് ചെടിയുടെ ഇടയിൽ കളകളുണ്ടെങ്കിൽ നമുക്കതെല്ലാം മാറ്റിയെടുക്കാം. അതുപോലെ തന്നെ ഇച്ചിരി വലുപ്പമുള്ള പോട്ടാണെങ്കിൽ 2 ഡയാന്തസ് പ്ലാന്റ്സ് ഒരുമിച്ച് നടുന്നതാണ് നല്ലത്. കാരണം നല്ല ബുഷിയായിട്ട് വളരുകയും ചെയ്യും. 2 ഡിഫറെൻറ്റ് കളേഴ്സ് ആണെങ്കിൽ കാണാനും ഒരു ഭംഗിയാണ്. ഡയാന്തസ് പ്ലാന്റിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അതിൽ ചിലതാണ് സ്വീറ്റ് വില്യം, ചൈന പിങ്ക്, മെയ്ഡൻ പിങ്ക്, ഗാർഡൻ പിങ്ക്, ഡയാന്തസ് ആൽപിനസ്, അതുപോലെ തന്നെ ഡയാന്തസ് സൂപ്പർ ബസ് എന്നൊക്കെ പറഞ്ഞ് പല വെറൈറ്റീസിലുള്ളത് ഇപ്പോൾ അവൈലബിൾ ആണ്. ഞാൻ എല്ലാ കൊല്ലവും ഈ ഒരു പ്ലാന്റ് വാങ്ങിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. കുറച്ച് കെയർ മാത്രം കൊടുത്താൽ മതി. നമ്മൾ ഓവർ കെയറിങ് കൊടുക്കുമ്പോഴാണ് ഈ ഒരു പ്ലാന്റ് നശിച്ചു പോകുന്നത്. അപ്പോൾ നമ്മളൊന്ന് നോക്കുക, വെള്ളമൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ആ മണ്ണിലൊന്ന് തൊട്ട് നോക്കുക. നനവുണ്ടെങ്കിൽ പിന്നെ ഒഴിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഈ ഒരു സൺലൈറ്റ് കിട്ടുന്ന ഒരു ഭാഗത്തേക്ക് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലത്. അതുപോലെ തന്നെ ഇതിൻ്റെ തണ്ടുകൾ ഒത്തിരി പൊങ്ങി വരുന്ന സമയത്ത് നമുക്കത് മുറിച്ച് ചെറിയ ചെറിയ തണ്ടുകൾ മുറിച്ചതിന് ശേഷം നമുക്ക് സെപ്പറേറ്റായിട്ട് വേറെ നടാം. നടുന്ന സമയത്ത് ഒരു കാരണവശാലും ഡയറക്റ്റ് സൺലൈറ്റിലേക്ക് പെട്ടെന്ന് കൊണ്ടുവെക്കരുത്. 1-2 ആഴ്ച ഷെയ്ഡിൽ തന്നെ ഇരുന്ന്, ബ്രൈറ്റ് സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് ഷെയ്ഡിൽ തന്നെ ഇരുന്ന് ഒന്ന് വേരൊക്കെ വന്നതിന് ശേഷം മാത്രം നമുക്ക് സൺലൈറ്റുള്ള ഭാഗത്തേക്ക് വെക്കാം. ഈ കാണുന്ന പൂവിൻ്റെ അകത്ത്, വാടിയ പൂവിൻ്റെ അകത്ത് ഉണങ്ങിക്കഴിയുമ്പോൾ ഇതുപോലത്തെ ചെറിയ സീഡ്സാണ് കാണാൻ സാധിക്കുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ വേറൊരു പോട്ടിൽ നട്ട് നോക്കാം. പക്ഷേ ഒരു 100% റിസൾട്ട് അതിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടില്ല. ഇതിൻ്റെ അകത്ത് ചെറിയ ചെറിയ തണ്ടുകൾ മുറിച്ചാണ് പലപ്പോഴും ഞാനിത് നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. ഇത് ഏകദേശം ഒരു 2.5 കൊല്ലം പഴക്കമുള്ള ഒരു ഡയാന്തസ് ചെടിയാണ് ഈ കാണുന്നത്. ഞാൻ കൊടുക്കുന്ന ഫെർട്ടിലൈസർ, ലിക്വിഡ് ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് നമ്മുടെ സവാളയുടെ തൊലി വെള്ളത്തിലിട്ട് വെച്ച് അടുത്ത ദിവസം അതൊന്ന് അരിച്ചെടുത്തതിന് ശേഷം അത് കുറച്ചും കൂടെ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് സാധാരണ ഫ്ലവറിങ് പ്ലാന്റ്സിനെല്ലാം ചെയ്യുന്നത്. പ്രത്യേകിച്ച് റോസിന്, ഡയാന്തസിനൊക്കെ ഞാനതാണ് ചെയ്യുന്നത്. നല്ല റിസൾട്ടാണ്. ഏത് പൂക്കാത്ത ചെടിയും പൂക്കും. അതാണ് അതിൻ്റെ ഒരു റിസൾട്ടാണ്. കാരണം ഡയാന്തസ് പ്ലാന്റിൽ ഇതൊഴിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അടുത്ത ഒരാഴ്ചയ്ക്കകം നിറയെ പൂക്കൾ ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലിക്വിഡ് ഫെർട്ടിലൈസർ നമ്മൾ വേനൽക്കാലത്ത് കൊടുക്കുകയാണെങ്കിൽ മഴക്കാലത്ത് ലിക്വിഡ് ഫെർട്ടിലൈസർ കൊടുക്കാതിരിക്കുക. അതിന് പകരം നമുക്ക് ഉണങ്ങിയ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ വേപ്പിൻ പിണ്ണാക്കോ ഒന്ന് ആ ഒരു പോട്ടിൽ ഒന്ന് വെതറി കൊടുക്കാം. അതെല്ലാം ഈ ചെറിയ ചെറിയ കീടങ്ങളുടെ ആക്രമണത്തിൽ നിന്നും ഈ ചെടിയെ സംരക്ഷിക്കും. മഴക്കാലത്ത് അടുപ്പിച്ചുള്ള മഴ പെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്ലാന്റ് നമ്മൾ ഷെയ്ഡിലേക്ക് മാറ്റുക. കാരണം അടുപ്പിച്ചുള്ള മഴ ഈ ഒരു പ്ലാന്റിന് നല്ലതല്ല. പെട്ടെന്ന് തന്നെ വേരുകളെല്ലാം ചീത്തയായി പോകുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ആദ്യത്തെ 2 മഴയൊന്നും കൊണ്ടെന്ന് പറഞ്ഞ് കുഴപ്പമില്ല, നല്ലതാണ്. ഈ ഒരു പ്ലാന്റ് പെട്ടെന്ന് തന്നെ പുതിയ നാമ്പുകൾ വരാനൊക്കെ സഹായിക്കും. പക്ഷേ തുടർച്ചയായിട്ടുള്ളൊരു മഴ ഈ ഒരു പ്ലാന്റിന് കൊള്ളാതിരിക്കുന്നതാണ് നല്ലത്.
ഡയന്തസ് പ്ലാന്റിനെ കുറിച്ച് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഡയന്തസ് പ്ലാന്റ് നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരുന്ന തുടങ്ങി അത് നടുന്ന രീതി, അതുപോലെ തന്നെ കെയർ ചെയ്യേണ്ട രീതി, അതിൻ്റെ സ്റ്റെം പ്രൊപ്പഗേഷനും എല്ലാ ഡീറ്റെയിൽസും നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം, അല്ലെങ്കിൽ എൻഡ് സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. അപ്പം ഡയന്തസ് പ്ലാന്റ് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എത്ര വെറൈറ്റീസ് പ്ലാന്റ്സ് നിങ്ങളുടെ കൈവശം ഉണ്ടെന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായിട്ട് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.